നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് സോയ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സോയ മിൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോയ ബീൻസ് എന്നാണ് ഉണ്ടാക്കണേ. സോയ ബീൻസ് പ്രോട്ടീൻ സമ്പന്നമാണ്. അതുപോലെ തന്നെ വിറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ കൊളസ്ട്രോൾ തീരെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് വെച്ച് നമുക്ക് ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഷെയ്ക്കോ സ്മൂത്തിയോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം. ഇത് നമ്മൾ സോയ മിൽക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരു 4 ദിവസം വരെ നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് പാലായിട്ട് ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ് റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സോയ മിൽക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതാണ് സോയാബീൻസ്. എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ കടല മുതിര പയറിൻ്റെ ആ സെക്ഷനിൽ ഉണ്ടാവാറുണ്ട് സൂപ്പർ മാർക്കറ്റിൽ. ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കടല മുതിര പയറൊക്കെ വെക്കുന്ന പോലെ വെക്കാം ചോറിന്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ സോയ മിൽക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 10-12 മണിക്കൂർ കുതിർക്കണം. വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് സോയ മിൽക്ക് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സോയ. ഇതാണ് സോക്ക് ചെയ്ത് വെച്ച സോയ. കണ്ടില്ലേ, നല്ല വീർത്ത് വന്നിട്ടുണ്ട് സോയ. ഇനി ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ കൈ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഇപ്പോൾ പോയി കിട്ടും. അപ്പോൾ ഇത് ഒന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ആദ്യം സോയ കുതിർത്ത് വെച്ച വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ തൊടാൻ പറ്റുന്ന ആ ഒരു ചൂട് മതി. ആ ഒരു ചൂടിലുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി ഇതുപോലെ സെപ്പറേറ്റ് ആയി വരുന്നത് കാണാം. അപ്പോൾ പറ്റുന്ന അത്ര തൊലി കളഞ്ഞെടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ആ സോയ മിൽക്കിന് അതിൻ്റെ ഒരു കയ്പ്പ് വരും. അപ്പോൾ അതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ തൊലി പറ്റുന്നതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നമ്മൾ ഉപ്പേരി വെക്കാൻ, കടലയൊക്കെ പോലെ വെക്കാനാണെങ്കിലും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി കാരണം വേവിക്കുമ്പോൾ കുക്കറിൽ സ്റ്റക്കാവും തൊലി കാരണം. അതിൻ്റെ തൊലി ഞാനൊരു വിധം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ഈ തൊലിയും ഒന്ന് കളഞ്ഞെടുക്കാം. 1/2 കപ്പ് സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോയയുടെ ചെറുതായിട്ടുള്ള ഒരു ടേസ്റ്റ് മിൽക്കിന് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആദ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ കൂട്ടി എടുത്താൽ മതി. ഇത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. അപ്പോഴാണ് ഈ തോടൊക്കെ ഈ തോടൊക്കെ നന്നായിട്ട് പോയി കിട്ടുള്ളൂ. സോയ 3-4 പ്രാവശ്യം കഴുകി അതിൻ്റെ തോടൊക്കെ പരമാവധി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിലേക്ക് ഒന്ന് അരിച്ച് ആ വെള്ളം ഒന്ന് അരിച്ചൊഴിക്കുമ്പോൾ കുറേ തോട് അതിൽ തന്നെ പോയിക്കോളും. ഇനി ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനാണ് പോണേ. അരച്ചെടുക്കാനായിട്ട് നമ്മളൊരു വലിയ മിക്സിയുടെ ജാറിൽ സോയ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തു. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇനി അരിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിന് മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയുടെ മുകളിൽ ഒരു തുണി വെച്ച് ആ തുണിയിലൂടെ വേണം നമ്മൾ അരിച്ചെടുക്കാൻ. ഇനി ആ തുണിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുക്കാണ്. സോയ മിൽക്ക് മുഴുവൻ ഞാൻ ഇതുപോലെ അരിച്ചെടുത്തു. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ച് അതിന് ശേഷം ആ ചണ്ടിയിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടി അതിൻ്റെ ഫുൾ എക്സ്ട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അരിച്ചെടുത്തതാണിത്.
ഇത് സോയ മിൽക്ക് ആയതുകൊണ്ട് തന്നെ സോയയുടെ ഒരു ടേസ്റ്റ് ഇതിൽ മുമ്പിൽ നിൽക്കും, ഒരു പച്ചച്ചോയ ഉണ്ടാവും. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഗ്യാസിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ്. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പം നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ നല്ല ലൂസാണ്, പക്ഷേ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായി വരും. അതുകൊണ്ടാണ് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുക്കാനായിട്ട് നല്ല ചൂടുകട്ടിയുള്ള പാത്രം തന്നെ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിപിടിക്കും. ഇതിലേക്ക് പാല് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇറക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാലും ഇത് അടിപിടിക്കും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ, ഇതിൻ്റെ ഈ സൈഡിൽ വരുന്ന പതകൾ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയാൽ നല്ലതാണ്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പതകൾ ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 വയസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇത് കൊടുത്തു നോക്കാൻ പറ്റുള്ളൂ. ആദ്യം കുറേശ്ശെ ക്വാണ്ടിറ്റി കൊടുക്കുക. ചില കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കാൻ ചാൻസ് ഇല്ല. മധുരം ചേർത്ത് കൊടുത്തു നോക്കാം കുട്ടികൾക്ക്. മധുരം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള മധുരം ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 4 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത്, അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ 20 മിനിറ്റായി, നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. നന്നായി തിളച്ചു തുടങ്ങി. 20 മിനിറ്റാണ് എടുത്തത് എനിക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹോട്ട് ചോക്ലേറ്റ് റെസിപ്പി ഞാൻ കാണിക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരട്ടെ. ഇത് കുട്ടികളെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഹോട്ട് മിൽക്ക് റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്, ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് സോയ മിൽക്കാണ്. നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചൂടോടെ ഉള്ളതാണ് എടുത്തിരിക്കണേ. അപ്പോൾ നിങ്ങളിപ്പോൾ തണുത്ത സോയ മിൽക്കാണ് എടുക്കണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കണം. കാരണം നമ്മളിത് ഹോട്ട് ചോക്ലേറ്റ് മിൽക്കാണ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കൊക്കോ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്വീറ്റ്നറായിട്ട് യൂസ് ചെയ്യാം. ഞാനിതിൽ ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഞാൻ കുറച്ച് നേരം മുമ്പ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5 ഡേറ്റ്സ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അത് ചേർക്കുന്നുണ്ട്. ഞാൻ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സോയ മിൽക്ക് വെച്ചിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിക്കാം.